ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സാൽമൺ മീൻ കറി വെച്ചാലോ? ആ മീൻ നന്നായിട്ടും വെട്ടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 കിലോ മീനാണിത്. നന്നായി കഴുകി വൃത്തിയായി വെച്ചിരിക്കുന്ന മീനാണിത്. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ ചട്ടി ചൂടായി കഴിയുമ്പം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ 1 സ്പൂണ് കടുകിട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉലുവായും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഉലുവായും ഒന്ന് പൊട്ടി വരും. ഉലുവായും കടുകും ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ കൂടുതലും പച്ചമുളകാണ് ചേർക്കുന്നത്. മുളക് പൊടി കുറവാണ് ഞാൻ ചേർക്കുന്നത്. ഞാനൊരു 10-12 പച്ചമുളകുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് കഴിയുമ്പോഴാണ് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും വെച്ചിട്ടുള്ളതായിരുന്നു. ഈ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ടേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എരിവ് ഇറങ്ങാൻ വേണ്ടിയാണ് അങ്ങനെ വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ മുളക് ഇങ്ങനെ നടുവേ ഒന്ന് പൊളന്നാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇനി ഞാൻ ഒരു സവാള ചെറുതായിട്ട് കുരുകുരാന്നാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതും കൂടെയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സവാള ഒന്ന് നന്നായിട്ട് വെന്ത് ഈ കറിക്കകത്തേക്ക് ഒന്ന് ചേരുന്നതിന് വേണ്ടിയാണ് ഞാനങ്ങനെ കുരുകുരാന്ന് അരിഞ്ഞു വെച്ചിരുന്നത്. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ്, നമ്മളറിയാമല്ലോ സവാളയ്ക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കും. കുറച്ച് ഉപ്പും കൂടെ നമുക്കിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് കണ്ടോ, ഇപ്പം സവാള കണ്ടോ നന്നായിട്ട് തന്നെ അങ്ങോട്ട് വെന്ത പരുവത്തിൽ ആയിട്ടുണ്ട്. ബ്രൗൺ കളറൊന്നും ആകണ്ട, ഇങ്ങനെ നന്നായിട്ടൊന്ന് വെന്ത് വഴന്ന് വന്നാൽ മതി. ഈ സമയത്ത് നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പച്ചമുളകിൻ്റെ എരിവ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ പച്ചമുളക് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കാം. മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ആവശ്യത്തിന് വെള്ളം, നമുക്ക് മീൻകറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം എത്രയാണെന്ന് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുളകൊക്കെ നന്നായിട്ട് ഒന്ന് പച്ചമണം എല്ലാം മാറി ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ഒരു 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കാം. മീൻകറി എല്ലാവരും പല വിധത്തിലാണ് വെക്കുന്നത്. ഏത് വിധത്തിൽ വേണേലും മീൻകറി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ചുള കുടംപുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. പുളിയൊക്കെ ഇട്ടതിന് ശേഷം എല്ലാം കൂടെ ഇളക്കി കഴിഞ്ഞ് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് നന്നായിട്ടും തിളയ്ക്കാനായിട്ട് മൂടി വയ്ക്കാം. നമുക്ക് നോക്കാം, നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വരുന്ന പരുവത്തിൽ ഇങ്ങനെ നന്നായിട്ടും തിളച്ചതിന് ശേഷമാണ് നമുക്ക് മീൻ ഇട്ട് കൊടുക്കണം. മീൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അരിഞ്ഞെന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളാക്കി. ഒത്തിരി വലിയ കഷ്ണങ്ങളല്ല, ഒരുവിധം
വലിയ കഷ്ണങ്ങളാക്കിയാണ് വെച്ചേക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടും ഇങ്ങനെ തിളച്ച് വരുന്ന കഴിയുമ്പോഴാണ് ആ പുളി ഇറങ്ങി വരണമെങ്കിൽ ആ വെള്ളത്തിലേക്ക് ആ പുളി ഒന്ന് ഇറങ്ങി നന്നായിട്ട് മീനിട്ട് കഴിയുമ്പോൾ ആ മീനെ പുളി പിടിക്കണമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യണം. അതുകൊണ്ട് നല്ലപോലെ തിളച്ചിട്ട് ഇടുന്നത് നമ്മൾ. ഈ മീനെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് പയ്യെ ഇളക്കാം. മീനെ ഒത്തിരി ഇളക്കരുത്, കാരണം പൊടിഞ്ഞു പോകുമെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പം ഇട്ടതല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമുക്കൊന്ന് പയ്യെ ഇളക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇത്രയും മതി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടും തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു തക്കാളി ചെറുതായിട്ട് ഞാൻ കട്ടി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങോട്ട് ഇതിലേക്ക് ചെറുതായി ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. നമ്മൾ ഉപ്പിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സവാള വഴറ്റിയപ്പം അതിനുള്ള ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത്. നമ്മൾ മീനിനുള്ള ഉപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇനി ഇപ്പം ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നു. നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റും കൂടെ വേവിക്കാം. അപ്പോഴത്തേനും ആ തക്കാളിയും വെന്തിരിക്കും, മീനും പാകത്തിന് വേവൊക്കെയായി. തുറന്ന് നോക്കിയപ്പോൾ ആ പാകത്തിന് വെന്ത്. നമുക്ക് ചട്ടിയോടെ എടുത്തൊന്ന് ചുറ്റിക്കാം, കാരണം ഒത്തിരി ഇളക്കാൻ പാടില്ല ഇനിയിപ്പം. അതുകൊണ്ട് തക്കാളിയൊക്കെ നമ്മുടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഒരു അരമുറി തേങ്ങയുടെ പാലുണ്ട്, പിഴിഞ്ഞെടുത്ത പാലാണ്. അത് ഇതിലേക്ക് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിം ഓഫാക്കണം. ആ അടുപ്പിൻ്റെ ചൂട് കൊണ്ട് തന്നെ അതൊന്ന് പയ്യെ തിളച്ച് വന്നോളും. അത്രയാകാവുള്ളൂ. ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചു. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്ക്, അടിപൊളി മീൻകറിയാണ് ഇത്. ഇങ്ങനെ മീൻകറി വെച്ചാൽ കപ്പയ്ക്കോ ചോറിനോ എന്തിൻ്റെ കൂടെ വേണേലും കൂട്ടുന്നതിന് കൊള്ളാവുന്ന കറിയാണ്. ഇപ്പോൾ ഉപ്പും മുളകും പുളിയും ഒക്കെ പാകത്തിന് ആയിട്ടുണ്ട്. എണ്ണയും മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വന്ന് അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും കാണാം. താങ്ക് യു.